പ്രിയ സ്നേഹിതരെ, വേനൽക്കാലത്ത് ചൂട് വളരെ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിലധികം ചൂടും ആവിയും തോന്നുമ്പോൾ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, ഒരു മഴ പെയ്തിരുന്നെങ്കിൽ, ഈ ഭൂമിയും അന്തരീക്ഷവും ഒന്ന് തണുത്തിരുന്നെങ്കിൽ എൻ്റെ ശരീരത്തിനൊരു കുളിർമ കിട്ടിയേനേയും ഒരാശ്വാസം തോന്നിയേനേയും എന്ന് പറയാറുണ്ട്. ഇനി മഴക്കാലം വരുമ്പോഴോ തുടർമാനം അങ്ങോട്ട് മഴ പെയ്യാമെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ മഴ ഒന്ന് തോർന്നിരുന്നെങ്കിൽ, അങ്ങ് മെനക്കേടായല്ലോ, എങ്ങോട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. ഇനിയും മഴക്കാലത്ത് കാറ്റുകൂടി അടിച്ചാലോ, വളരെ വേഗതയിൽ കാറ്റുകൂടി അടിക്കുകയാണെങ്കിൽ അയ്യോ, എന്തെല്ലാം നാശനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എത്രയോ മരങ്ങൾ വീണും, പോസ്റ്റ് വീഴും, മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞ് ഇലക്ട്രിക് കമ്പിയെ കൂടെ വീണിട്ട് കറണ്ട് കട്ടുണ്ടാകും, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടായിട്ട് കമ്പിയൊക്കെ പൊട്ടി വീഴും. ഇങ്ങനെ ഒത്തിരി നാശനഷ്ടങ്ങൾ, വീടിന്, സ്ഥലങ്ങൾക്ക്, കൃഷിയിടങ്ങൾക്ക് ഒക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മൾ പറയുന്നത്, ഈ കാറ്റും മഴയും ഒന്ന് മാറിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രയാസമുള്ള കാര്യങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നതിലും അധികമായ കാര്യം വന്നാൽ നമ്മൾ ഉടനെ പറയും, അത് വേണ്ട, അതൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നുള്ളത്. എന്നാൽ നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നത്, പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് നമ്മുടെ നേരെ വരുന്നെങ്കിൽ നമ്മളതിനെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, ആരോഗ്യം ഉപയോഗിച്ച്, ശക്തി ഉപയോഗിച്ച്, മറ്റുള്ളവരുടെ സഹായം ഉപയോഗിച്ച് നാം അതിനെ മറികടക്കുവാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചാൽ അയ്യോ രക്ഷപ്പെട്ടു എന്ന് പറയും. ഇനി നമ്മൾ സ്വയം നോക്കിയിട്ട് പറ്റുന്നില്ല, മറ്റുള്ളവരുടെ സഹായം കിട്ടിയിട്ടും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പറയും, ആരെന്നെ സഹായിക്കും എന്നൊരു തോന്നൽ, ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയും. ഇനി വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാകാൻ പോകുന്ന ഒരാളെ കുറിച്ച് നമ്മളിങ്ങനെ സാധാരണ നമ്മുടെ നാടുകളിൽ പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. മുങ്ങിത്താഴാൻ പോകുന്ന ഒരാൾക്ക് ഒരു കച്ചിത്തുരുമ്പ് വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്ന കണ്ടാലും അതേലും കയറി പിടിക്കും. എന്തിനാണ്? മുങ്ങിത്താഴാൻ പോവുക, ആരും സഹായിക്കാനില്ല, എന്നെ കൊണ്ട് നീന്തി രക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഏത് കിട്ടിയാലും, ഏത് വസ്തു വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന കണ്ടാൽ നമ്മൾ അത് കയറി പിടിക്കും. എന്തുകൊണ്ടാണ്? രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൊണ്ട്, ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് അതിജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. ഇങ്ങനെയാണ് സകല മനുഷ്യരും ചിന്തിക്കുന്നത്. വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ്, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആ നിന്നിൽ എന്നുള്ളത് ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ബലം, എനിക്ക് ബലം കിട്ടുന്നത് എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ മേഖലയിൽ, എൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പ്രതിസന്ധിയുടെ സമയത്ത് എനിക്ക് ബലം, എന്നെ ധൈര്യപ്പെടുത്തുന്ന, എന്നെ സഹായിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെങ്കിൽ, ആ ദൈവത്തിൽ നിന്ന് ബലം എനിക്ക് കിട്ടിയാൽ ഞാൻ ഭാഗ്യവാനാണ് എന്ന് ബൈബിൾ പറയുന്നു. ബൈബിളിലെ വാചകം തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. സിയോൻ എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം, ദൈവം ഉള്ള സ്ഥലം, ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിരിക്കുമ്പോൾ ഉള്ള അനുഭവം, ഇതൊക്കെ സിയോൻ എന്ന വാക്കുകൊണ്ട് ബൈബിളിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബലം ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരാൾ ഭാഗ്യവാനാകുമ്പോൾ അവൻ്റെ മനസ്സിൽ, അവൻ്റെ ചിന്തയിൽ, അവൻ്റെ പ്രതീക്ഷയിൽ എന്തു വരുന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാമീപ്യം അവനുണ്ടാകും. അങ്ങനെ ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള പെരുവഴികൾ നമുക്കുണ്ടായി വരും എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള, ദൈവത്തിൻ്റെ സാമീപ്യത്തിലേക്കുള്ള പെരുവഴികൾ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ വഴി കാണുന്നില്ല, പ്രതിസന്ധി വരുമ്പോൾ തരണം ചെയ്യാനുള്ള മാർഗങ്ങളില്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് ബലം കിട്ടുമ്പോൾ നമുക്ക് വലിയ പെരുവഴി, വലിയൊരു വഴി നമുക്ക് തുറന്നു വരികയാണ്. ഒരു പുതിയ ഒരു കാര്യം നമുക്ക് നേടുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തേലുവാൻ, ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവം, ആശ്വസിപ്പിക്കുന്ന അനുഭവം നമുക്കുണ്ടാകാൻ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ പറയും, ദൈവമേ
എനിക്ക് എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിൽ, എൻ്റെ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തിൽ നിന്ന് ബലം എനിക്ക് വേണം. ഞാൻ ദൈവത്തിനടുക്കിലേക്ക് വരാം. ഒരു പുതിയ വഴി കാണിച്ച് ദൈവത്തിങ്കിലേക്ക് വരാനുള്ള വഴി കാണിച്ചു തരും ദൈവമേ. ഞാൻ ദൈവത്തിനടുക്കിലേക്ക് വന്ന് ബലമേറ്റെടുത്ത് എൻ്റെ പ്രതികൂലത്തിൽ ഭാഗ്യപരമായ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ, പ്രതികൂലത്തെ തരണം ചെയ്യുവാൻ, പ്രതികൂലത്തെ അതിജീവിക്കുവാൻ എനിക്ക് ഇടയാക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാൽ ദൈവം നിശ്ചയമായിട്ട് നമ്മളെ വിളിക്കുക. എൻ്റെ അടുക്കിലേക്ക് വരൂ. ദൈവം പറയുന്നു, എൻ്റെ അടുക്കിലേക്ക് വരൂ. എൻ്റെ വാക്ക് കേട്ട് എന്നോട് ചേർന്ന് നിൽക്കൂ. എൻ്റെ സാന്നിധ്യത്തിൽ, എൻ്റെ സാമീപ്യത്തിൽ നിൽക്കൂ. ദൈവത്തിൽ നിന്ന് ബലം പ്രാപിപ്പാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ പ്രയാസപ്പെടേണ്ട, രോഗത്തിൻ്റെ അവസ്ഥയിൽ ഭാരപ്പെടേണ്ട. നമുക്ക് ദൈവം ബലമായിട്ടും സൗഖ്യമായിട്ടും ആരോഗ്യമായിട്ടും ദൈവം വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.